വെൽക്കം ടു ചാനൽ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു തിരുവനന്തപുരത്തെ ഒരു സൂയിലാണ്. ഇവിടെ എന്തിട്ട് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് സൂ കാണാൻ പോവാം. ഞാനൊരു വലിയ ഡൈനോസറിനെ കാണിച്ചു തരാം. വലിയൊരു ഡൈനോസർ ആട്ടോ. കണ്ട അപ്പം തന്നെ ചിലരൊക്കെ ഓടും, ചിലർക്കൊക്കെ പേടിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറേ ആനിമൽസിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ കുറേ കാട്ടുപോത്ത് നിൽക്കണ്ടിട്ട് ഗൈസ്. കുറേ എണ്ണം ഉണ്ട്. ഓ അതേ ഒരെണ്ണം താഴെ എന്തൊക്കെയോ നോക്കണ്ട കേട്ടോ. ഒരെണ്ണം ഇപ്പം നടക്കുകയാണ്. ഒരെണ്ണം ഫുഡൊക്കെ കഴിക്കുക കേട്ടോ ഗൈസ്. ഒരു പല്ല് തേക്കണേൻ്റെ ഒരു കുരങ്ങൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. പല്ല് തേക്കുകയാണോ എന്തോ, അല്ലെങ്കിൽ ആ സാധനം തിന്നുവാണോ. അവിടെ ഒരു സിംഹവാലൻ കുരങ്ങനെ ഇരിക്കണ്ട കേട്ടോ അവിടെ. ഇവിടെ 3 ഒട്ടകപ്പക്ഷികളുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കുഞ്ഞി കിളകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ കോട്ടൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടോ. കൂമണ്ണാണ് എഴുതി വെച്ചേക്കണേ ഗൈസ്. ഇപ്പോഴാട്ടോ മനസ്സിലായേ അതിൻ്റെ ഉള്ളിൽ മൂങ്ങി ഉണ്ടെന്ന്. കൂമണ്ണാണ് അല്ലേ പേര്, മൂങ്ങയുടെ പേര് കേട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് ഇനിയൊരു ഹിമാലയൻ കരടീനെ കാണാണ്ടേയിരിക്കുന്നു. ഇവിടെ പന്നിക്കരടിയും തേൻകരടിയും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ എവിടെയാന്ന് നോക്കാം. ദേ അവിടെ പതിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടോ? ഇവൻ നോക്കുമ്പോൾ തന്നെ ഒരു പന്നീനെ പോലെ ഉണ്ടല്ലോ ഗൈസ്. ഓടി ചുറ്റി ഓടി നടക്കുക കേട്ടോ. അവിടെ കുറച്ച് ഹിപ്പോപ്പൊട്ടാമസുകൾ ഇങ്ങനെ മുങ്ങിക്കിടക്കുക കേട്ടോ. അവിടെ എണീക്കണ ലക്ഷണമൊന്നും കാണാനില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെയൊക്കെ കുറേ മാനുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഗൈസ്, ഇവരൊക്കെ പുല്ലൊക്കെ തിന്ന് തണലത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഗൈസ്. നല്ല ഭംഗി. ഇത് ഒട്ടകപ്പക്ഷികൾ ഇത് നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗി. ഇവിടെ ഒരു ഒട്ടകപ്പക്ഷിക്ക് പുല്ല് കൊടുത്ത് നോക്കാട്ടോ, തിന്നാൻ നോക്കാവേ. തിന്നു കേട്ടോ, പക്ഷെ കൈയൊന്നും കടിച്ചില്ലാത്തതൊരു ഭാഗ്യമായിപ്പോയി. അടുത്തതായി നമ്മളൊരു സിംഹത്തിനെ കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇതേ ഗൈസോടെ സിംഹം ഇങ്ങനെ കിടക്കുന്നുണ്ട്. തിരിഞ്ഞ് നോക്കുമോ നോക്കട്ടോ, നമ്മളെ നോക്കുമോ നോക്കാവേ. തിരിയുന്ന ലക്ഷണമൊന്നും ഇല്ല, നോക്കാം. അടുത്തതായി പാമ്പുകളെ കാണാം. ആദ്യം തന്നെ നമ്മൾ കണ്ടത് ഒരു പെരുമ്പാമ്പിനെയാണ് കേട്ടോ. തീറ്റ കൊടുത്തിങ്ങനെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. പെരുമ്പാമ്പെന്ന് എൻ്റെ ഇടയ്ക്കേ കൂടെ രാമുണ്ട്. ആ മരത്തിൻ്റെ ചോട്ടിൽ പാമ്പുകളൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഗ്രീൻ അനക്കോണ്ട. ഇവിടെ ഭയങ്കര വലിയൊരു പാമ്പാട്ടോ ഗൈസ്. കണ്ടു കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ. വെള്ളത്തിൻ്റെ മുകളിലുണ്ട് കേട്ടോ ഗൈസ്. ഈ ഡോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടോ ഗൈസ്, എന്ത് വലുതാ ഗ്രീൻ അനക്കോണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, നമുക്ക് പിന്നെ കാണാം കേട്ടോ ഗൈസ്. ടാറ്റാ.